പ്രിയമുള്ളവരെ, മഹാനായ ലെനിൻ്റെ ചരമശതാബ്ദി വർഷമായ ഇക്കൊല്ലം ഫെബ്രുവരി 21 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ വിജ്ഞാപന ദിനമായ ഫെബ്രുവരി 21 ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ റെഡ് ബുക്ക് ഡേ ആയി ആചരിക്കുകയാണ്. മഹാനായ ലെനിൻ്റെ സംഭാവനകൾ മുൻനിർത്തിയുള്ള സംവാദങ്ങൾ ഇതിനോടനുബന്ധമായി അന്നേ ദിവസം വിപുലമായ നിലയിൽ സംഘടിപ്പിക്കുന്നതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയതിന് ശേഷം 175 വർഷങ്ങൾ ഇതിനകം പിന്നിട്ടിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായനയ്ക്ക് വിധേയമായ വായിക്കപ്പെട്ട കൃതിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിനെ ഇന്ന് ലോകമാകെ കാണുന്നത്. ലോകത്തെമ്പാടുമുള്ള ജനസമൂഹങ്ങളെയും മനുഷ്യരാശിയുടെയും ചരിത്ര ഗതിക്രമങ്ങളെയാകെ നിർണായകമായി സ്വാധീനിച്ച കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നത് തർക്കമറ്റ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ 2ാം കോൺഗ്രസ്സിലാണ് മാർക്സും ഏംഗൽസും എഴുതി തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയത്. ലോക തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ സൈദ്ധാന്തിക മാർഗരേഖയായിട്ടാണ് മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ഈ കൃതി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് അംഗീകരിച്ചിട്ടുള്ളതും അതിനെ ആ നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ നിലപാടുകളിൽ നിന്നും മുതലാളിത്ത ലോകത്തെ പിടിച്ചുകുലുക്കിയ വിപ്ലവമായിരുന്നു റഷ്യൻ വിപ്ലവം. അധ്വാനിക്കുന്ന വർഗം അധികാരം പിടിച്ചെടുത്ത് ചൂഷണവും മർദ്ദനങ്ങളും എല്ലാം അവസാനിപ്പിക്കാനായി ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുത്തത് ആദ്യമായി റഷ്യയിലാണ്. ലെനിൻ്റെ സാമ്രാജ്യത്വത്തെയും മുതലാളിത്തത്തെയും സംബന്ധിച്ച പഠനങ്ങളാണ് സാമ്രാജ്യത്വ കാലഘട്ടത്തിലെ തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ സിദ്ധാന്തമായി ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. റഷ്യൻ വിപ്ലവം സാമ്രാജ്യത്വത്തിൻ്റെ ദുർബല ഗണ്ണികളെ പൊട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വിപ്ലവ തന്ത്രമാണ് മുന്നോട്ട് വെച്ചത്. ഈയൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഏഷ്യൻ ആഫ്രിക്കയിലെയും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയും ദേശീയ വിമോചനങ്ങളെയും വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളെയും എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന നിലപാടുകൾ മഹാനായ ലെനിൻ മുന്നോട്ട് വെച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വളർന്നു വന്നിരിക്കുന്ന ബൂർഷ്വാ ദേശീയ പ്രസ്ഥാനങ്ങളെയും അതുപോലെ ദേശീയ വിപ്ലവ ശക്തികളെയുമെല്ലാം ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ വിമോചന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് ലെനിൻ വിലയിരുത്തുകയുണ്ടായി. 3ാം ഇൻ്റർനാഷണലിൻ്റെ 2ാം കോൺഗ്രസ്സിൽ ലെനിൻ മുന്നോട്ട് വെച്ച കൊളോണിയൽ തീസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അടക്കമുള്ള ദേശീയ വിമോചന സമരങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഇൻ്റർനാഷണൽ ആവശ്യപ്പെട്ടത്. ഈയൊരു കൊളോണിയൽ തീസിസിൽ നിന്നാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ വർഷത്തെ റെഡ് ബുക്ക് ഡേയിലെ വായനാ പുസ്തകമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത് മഹാനായ EMSൻ്റെ ലെനിനിസവും ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാടും എന്ന പുസ്തകമാണ്. ചിന്താ റീഡേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ പാർട്ടി സഖാക്കളും ഈ പുസ്തകം വായിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കണമെന്ന് ഇതിൻ്റെ ഭാഗമായി അഭ്യർത്ഥിക്കുകയാണ്.